നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. അവർക്ക് നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്, അവരുടെ മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ് കേട്ടോ. ഗിൽറ്റി എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ വാക്കുകളോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കതിൽ ഗിൽറ്റി ഫീൽ ചെയ്യുന്നു, അവരതിൽ വിഷമിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അവർക്കതിലൊരു കുറ്റബോധം തോന്നുന്നതായിട്ടാണ് കാണുന്നത്. അതല്ല നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ടും നിങ്ങൾ ഇത്രയും കണക്ഷനും എല്ലാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആളൊരു സിറ്റുവേഷനിൽ സ്റ്റെക്കായി പോയ സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ രീതിയിലുള്ള ഒരു സ്നേഹവും കണക്ഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ചെയ്തിട്ടും ആള് നിങ്ങൾക്ക് അതുപോലെയുള്ള, അതായത് നിങ്ങൾക്ക് അർഹത ഉള്ള രീതിയിൽ ആള് നിങ്ങളോട് തിരികെ പെരുമാറാതിരിക്കുക. അതുപോലെ അത്രയും ആള് സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെ പേഴ്സൺ തിരിച്ച് സ്നേഹിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആൾക്ക് ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങളെ അവഗണിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ആള് ചെയ്യുന്നത്, ആള് നിങ്ങൾക്കൊരു പരിഗണന തരാതിരിക്കുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. റിമൈനസൈസിങ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾ ആൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത സമയമായിക്കോട്ടെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ആളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ആ കാര്യങ്ങളൊക്കെ ആൾ ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൾക്ക് ആ ഒരു സ്നേഹവും നിങ്ങൾ കൊടുത്ത സ്നേഹവും ഫീലിങ്സും എല്ലാ കാര്യങ്ങളും ആളുടെ മനസ്സിൽ ഇപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ഈ പേഴ്സണെ ഇത്രയും വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്തതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, അവരെ ഞാൻ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നതായിട്ടാണ് കാണുന്നത്. റിവീൽ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും ഇപ്പോഴാണ് റിവീൽ ആയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ഓക്കെ ആയിരുന്നു, നിങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ മുന്നിൽ ആ ഒരു സത്യം റിവീൽ ആയിട്ടുണ്ട്. അവരത് മനസ്സിലാക്കി എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓക്കെയാണ്, അല്ലെങ്കിൽ ആള് തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ളത് ആൾക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്കിപ്പോൾ ഒരു കുറ്റബോധം കൂടുതലായിട്ട് തോന്നുന്നത്. ഞാൻ ചെയ്തതൊന്നും ശരിയല്ല, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെയൊന്നും എന്നുള്ളതൊക്കെ അവർക്ക് ഇപ്പോ ഒരു കുറ്റബോധം തോന്നുന്നത് അതുകൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത്. ഹോൾഡിംഗ് ബാക്ക് എന്ന് കാണിക്കുന്നുണ്ട്. അവർ പലപ്പോഴും അവരുടെ സ്നേഹം നിങ്ങളോട് അതുപോലെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് പലപ്പോഴും ഹോൾഡ് ചെയ്ത് ബാക്കോട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷനാണ് ഉണ്ടായത് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് അത്രയും ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടെങ്കിലും അത് അവർ മനഃപൂർവ്വം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരതെല്ലാം ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഡേ ഡ്രീമിംഗ് എന്നാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പൊ എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണെന്നാണ് കാണിക്കുന്നത്. അവർക്കിപ്പോ നിങ്ങളിലേക്ക് വരാതെ പറ്റില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് അവർ മാറിയിട്ടുണ്ട്. അവരുടെ മനസ്സിൽ പകൽ സമയത്തായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ എല്ലാ ടൈമിലും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ്. എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളും അവരുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു കുറ്റബോധം കാരണം അവർക്കൊരു സ്വസ്ഥമായിട്ടൊരു ഭാഗത്ത് ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവരത്രയും തകർന്നു പോയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. കമ്മിറ്റ്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ ഈ റിലേഷനിൽ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുമായിട്ട് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആളുടെ ഒരു ബ്ലെസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആൾ അത്രയും ബ്ലെസ്സിങ്സ്
ഈ ഒരു റിലേഷൻ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആളുടെ ലൈഫിലോട്ട് വരും എന്നാണ് ആൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആൾ കരുതുന്നത് അങ്ങനെയാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആളുടെ ലൈഫിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ആൾ കരുതുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ ആള് സുരക്ഷിതമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആള് അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കും ആൾക്ക് ഉണ്ടാവുക എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഗോസിപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഗോസിപ്പുകളാണ് ഈ റിലേഷൻ ഇങ്ങനെയുള്ള ലെവലിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഉൾക്കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് അത് ശരിയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലോട്ട് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണിപ്പം ഈ റിലേഷനിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരാൻ കാരണം എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആണ് നിങ്ങളെക്കുറിച്ച് ആൾ തെറ്റിദ്ധരിക്കാനും നിങ്ങളോട് ഉള്ള ആളുടെ സമീപനത്തിൽ മാറ്റം വരാനും കാരണമായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കിപ്പം കുറ്റബോധം വരുന്നത്. ആൾ ചെയ്ത കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തിലോട്ട് ആൾ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. മെന്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ അത്രയും ഡീപ്ലി നിങ്ങളുമായിട്ട് നിങ്ങളെ പേഴ്സൺ കണക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഒരു ഹൃദയങ്ങൾ തമ്മിൽ അത്രയും കണക്റ്റഡ് ആയിരുന്നു. ആ ഒരു കണക്ഷന്റെ പുറത്ത് ആൾക്ക് ഈ റിലേഷനിൽ നിന്ന് ഇനിയിപ്പം എന്തൊക്കെ കാര്യങ്ങൾ ആള് അറിഞ്ഞാലും ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ആൾക്ക് മനസ്സിലാക്കേണ്ടി വന്നാലും ആൾക്ക് നിങ്ങളോടുള്ള സ്നേഹം അതിലൊരു കുറവും വന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും നിങ്ങളെ സ്നേഹിക്കാൻ ആള് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആള് നിങ്ങളുടെ നിരപരാധിത്വം, നിങ്ങൾ ഓക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല, നിങ്ങൾ പ്രശ്നക്കാരിയല്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനല്ല, നിങ്ങൾ കാരണമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നത് എന്ന് ആള് തിരിച്ചറിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത് ആൾക്ക് അത്രയും കുറ്റബോധം തോന്നുന്നതിന്റെ റീസൺ അവരത്രയും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഡെസ്റ്റിനി എന്നാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ആളുടെ ഒരു ഡെസ്റ്റിനി ആയിട്ടാണ് ആൾ അതിനെ കാണുന്നത് എന്നുള്ളതാണ്. ആൾ ആഗ്രഹിച്ചൊരു ലൈഫ് അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ എന്നുള്ള രീതിയിലുള്ള ഒരു പേഴ്സൺ, അങ്ങനെ ഒരു ക്യാരക്ടറാണ് നിങ്ങളെന്നുള്ളത് ആളിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു കമ്മിറ്റ്മെന്റ്, ഒരു ഫ്യൂച്ചർ ആള് മുന്നോട്ട് ഈ റിലേഷനിൽ ആള് കാണുന്നു എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. ബി അസർട്ടീവ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷനിൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്, അത് മറ്റുള്ളവരുടെ ഇടപെടൽ മൂലമാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷനിടയ്ക്ക് മറ്റൊരു പേഴ്സണെ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുക. പരമാവധി നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോടുകൂടി ഷെയർ ചെയ്ത് അതിനിടയിലോട്ട് ഒരാളെ കൊണ്ടുവരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ റിലേഷനിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റഡ് ആവാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. ഡോണ്ട് സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷനിൽ മടുത്ത് ഇത് വേണ്ടെന്ന് വെച്ച് പോകുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അവരെ റിലേഷനിലോട്ട് തിരികെ വരാനും ആ ഒരു കുറ്റബോധം കാരണം ചിലപ്പോൾ പെട്ടെന്ന് ആള് ഈ റിലേഷൻ ഓടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. എന്നാലും ആ കാര്യങ്ങളൊക്കെ ആള് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനും ഈ റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലെ ചേഞ്ചസ് വരും. മുന്നോട്ട് ഈ റിലേഷൻ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് പോകും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1989 ഭരണി, വിശാഖം, മെയ്, സെപ്റ്റംബർ, ലെറ്റർ വി, 1993 ഒക്ടോബർ, തിരുവോണം,
പുണർദം, തൃക്കേട്ട, രോഹിണി, ലെറ്റർ ആർ, ലെറ്റർ എസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.